ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ തന്നെ വർഷക്കുട്ടി എഴുന്നേറ്റ് ഇവിടെ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇന്നിവിടെ രാവിലെ തന്നെ നല്ല അടിപൊളി മഴയാണ്. രാത്രി തുടങ്ങിയതാണെന്ന് തോന്നുന്നു. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്ന രാവിലത്തെ പണിയൊന്നും നടക്കില്ല. വർഷക്കുട്ടിക്കും വിമാനം സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. ഏട്ടന് ഓഫീസുണ്ട്, പക്ഷേ ഏട്ടൻ പോകുന്നില്ല. അപ്പം രാവിലെ പച്ചക്കറി എന്തൊക്കെയുണ്ടെന്ന് നോക്കി. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇങ്ങനെ ഫ്രോസണാണ് വാങ്ങി വെക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ട്, അതും ഞാൻ ഫ്രോസണാണ് വാങ്ങി വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമുക്കിതുപോലെ എടുത്തിട്ട് ബാലൻസിന് ഫ്രീസറിൽ വെച്ചാൽ മതി. എത്ര ദിവസം വേണേലും ഇരുന്നോളും. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിടും. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണം. രാവിലെ ദോശമാവ് കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതിന് വർഷയ്ക്ക് വിമാനമുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ എനിക്കും ഏട്ടനും ഉപ്പുമാവാണ്. ഇവർ രണ്ടുപേരും ഉപ്പുമാവിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ളവരല്ല, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ചെയ്യാം. എനിക്കാണ് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവർ രണ്ടുപേരും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. രാവിലെ ഇവർക്കൊരെണ്ണം നമുക്കൊരെണ്ണം അങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ള സമയവും ഇല്ല. അതുകൊണ്ട് അതിനെ അങ്ങ് പാടെ ഞാൻ ഉപേക്ഷിച്ചേക്കുമായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കാലങ്ങളായി. പിന്നെ റവ മേടിച്ച് വെച്ചാൽ ഞാൻ റവ ദോശ ഉണ്ടാക്കി കൊടുക്കും. ദോശയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. പിന്നെ റവ കൊണ്ട് ഉണ്ടാക്കുന്നത് കേസരിയാണ്. അതാണെങ്കിൽ വല്ലപ്പോഴുമാണ് ഉണ്ടാക്കുന്നത്, കാരണം മധുരമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു സ്വീറ്റാണ് കേസരി. നമുക്ക് എപ്പോഴെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ റവയുണ്ട്, ചടാപടാന്ന് നമുക്ക് കേസരി ഉണ്ടാക്കി കഴിക്കാം. ഞാൻ അതിൻ്റെ റെസിപ്പി ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. തോർത്തിട്ടോ നന്നായിട്ട് തോർത്തി ഇനിയുണ്ട്, ഒന്നുകൂടെ തോർത്തിട്ടോ. അല്ലെങ്കിൽ കുറച്ച് എണ്ണയും ബട്ടറും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടി ഇരിക്കട്ടെ. ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇല്ലാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഞ്ചി, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ഒണിയൻ, ഇത്രേ ഉള്ളൂ. പിന്നെ ഉപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ പെട്ടെന്നൊന്ന് പറയാം. ഞാൻ ഒരു ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കും. ഇവിടെ ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഉപ്പുമാവ് ഇങ്ങനെ കുഴഞ്ഞിരിക്കാൻ പാടില്ല കേട്ടോ. ഏട്ടനാണെങ്കിൽ നല്ല ഉതിരുതിരായിട്ട് ഇങ്ങനെ വേറിട്ട് കിടക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പുമാവ് സെറ്റായി. ദോശമാവ് കുറച്ചിരിപ്പുണ്ട്, അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇത് റാഗി ദോശയാണ് കേട്ടോ. നമ്മുടെ പഞ്ഞിപ്പൂലില്ലേ, അത് കുതിർത്ത് അരച്ചതാണ്. കുറച്ച് അരിയും കൂടി ഇട്ടിട്ട് ഉഴുന്നും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ച് വെച്ചതാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് പനീർ കറി എന്നല്ല വെച്ചത്, പക്ഷെ പനീറൊക്കെ ഇന്നലെ തന്നെ തീർന്നു. കറി മാത്രം ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ദോശയ്ക്ക് കൊടുക്കാം. സാധാരണ ഇപ്പോൾ മുടി കെട്ടാനൊന്നും വർഷക്കുട്ടി എന്നെ വിളിക്കാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രമാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ തന്നെത്താനെ ഒരുങ്ങിയാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ കെട്ടി കൊടുക്കുന്നില്ല, എന്നോട് ഓരോന്ന് കാണിച്ചു തരും. ഇങ്ങനെ കെട്ട്, അങ്ങനെ കെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഒരു രീതിയിൽ കെട്ടി കൊടുക്കും. അവസാനം നോക്കിക്കോ അതിന് അഴിച്ചു കളയും. എന്നിട്ട് പറയാം അമ്മ കെട്ടിയത് ശരിയല്ല. എന്നിട്ട് സ്വന്തം ഇഷ്ടത്തിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഇട്ടുകൊണ്ട് പോകും. പിന്നെ എൻ്റെ സമയം രാവിലെ വെറുതെ കളയാൻ വേണ്ടിയാണ് ഈ വിളിക്കുന്നത്. രാവിലെ നല്ല മഴയായതുകൊണ്ട് ഏട്ടനാണ് കൊണ്ടുവിടുന്ന വർഷക്കുട്ടി. എടുത്തിട്ടോ, ഫോൺ മറന്നുപോയി. ശരി, ബൈ ബൈ. ഇവിടെ സ്കൂളിൽ ഫോൺ അലൗഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. ക്ലാസ്സിലാണെങ്കിലും ചില സമയത്ത് അവർക്ക് റിസർച്ച് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ അവരവരുടെ ഫോൺ എടുത്തിട്ടാണ് നോക്കുന്നത്. ആദ്യം നമ്മളും കൊടുത്തിരുന്നില്ല, എന്തിനാണ് ഈ പ്രായത്തിൽ ഫോണെന്നൊക്കെ നമ്മളും പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആവശ്യം വന്നതുകൊണ്ടാണ് കൊടുക്കേണ്ടി വന്നത്. സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്നത് പബ്ലിക് ബസ്സിലാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എത്തിയോ അല്ലെങ്കിൽ തിരിച്ച് വരാൻ നേരത്ത് അമ്മ ബസ് കിട്ടി എന്നെനിക്കൊരു മെസ്സേജ് വരും. ചില ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 5:30 മണിയാവും. ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്കൊരു പേടിയാണ്, എവിടായി, എത്തിയോ, എന്തായി, ബസ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഏട്ടനുള്ള ദിവസമാണെങ്കിൽ ഏട്ടൻ പോയി വിളിച്ചുകൊണ്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ നമ്മുടെ ഒരു സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലമാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു കൺട്രോൾ വേണം. എന്താണ് അവർ കാണുന്നത്, നോക്കുന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പുമാവും ചട്നി എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അല്ല
നല്ല മഴ പെയ്യുന്നത് കൊണ്ട് ഒരു ചായ കുടിക്കാൻ തോന്നി. ഏട്ടൻ നല്ലൊരു ചായ വേണം പോലും. അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കിയേക്കാം. എനിക്ക് ചായ ഉണ്ടാക്കുമ്പോഴെല്ലാം ഒരു കഥ ഓർമ്മ വരും കേട്ടോ. പണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് ചെന്നൈയിൽ വന്നിങ്ങനെ താമസിക്കുന്ന സമയമാണ്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ എന്നും ദിവസം ഒരു അങ്കിള് നടക്കാൻ പോവേ. അപ്പോൾ ഒരു ദിവസം അങ്കിളിനെ ഏട്ടൻ വീട്ടിലേക്ക് വിളിച്ചു. അപ്പം ഏട്ടൻ പറഞ്ഞു ബാ ചായ കുടിച്ചിട്ട് പോകാമെന്ന്. ശരി അങ്കിള് വന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ചായ ഇടൂ. അപ്പോൾ ചായ ഇടാൻ നോക്കിയപ്പോൾ പാലില്ല. എനിക്ക് സാധാരണ പാലിലുള്ള ചായ എനിക്കിടാൻ അറിയത്തുള്ളൂ. പക്ഷേ വീട്ടിൽ പാൽപ്പൊടിയുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല പാൽപ്പൊടിയിൽ ഇട്ടോളൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പാൽപ്പൊടിയിൽ ചായ ഇടുന്നത്. ശരി ചായയൊക്കെ ഇട്ട് കൊണ്ട് അങ്കിളിന് കൊടുത്തു. അങ്കിൾ ഇരുന്ന് കുടിച്ചു. അപ്പോഴും ഞാനും ഏട്ടനും കുടിച്ചില്ലായിരുന്നു കേട്ടോ. അങ്കിൾ പോയതിന് ശേഷമാണ് ഞാൻ ആ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ദൈവമേ വായിൽ വെച്ചിട്ട് എന്താ പറയുക, ഇതുപോലൊരു വൃത്തികെട്ട ചായ ലോകത്ത് ആരും ഉണ്ടാക്കി കാണത്തില്ല. ആ അങ്കിൾ എങ്ങനെ കുടിച്ചോ എന്തോ. പിന്നെ ഏട്ടൻ എപ്പോഴും പറയും നടക്കാൻ പോകുമ്പോൾ അങ്കിളിനെ വിളിക്കും, വീട്ടിൽ വന്നൊക്കെ വിളിക്കുമ്പോൾ അങ്കിൾ പറയുന്നത് പിന്നെ വരാം അടുത്ത ദിവസം വരാമെന്നൊക്കെ. എൻ്റെ ചായ മേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അങ്കിൾ വീട്ടിൽ കയറിയിട്ടില്ല. നല്ല കാറ്റും മഴയായിരുന്നു രാവിലെ. എന്നിട്ട് ചുമ്മാ നടക്കാൻ ഇറങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഏട്ടൻ വീട്ടിലോട്ട് പോയിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കണം ഉച്ചക്കത്തേക്കുള്ള. വിവാൻകുട്ടി പക്ഷേ സ്കൂളിൽ കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി മതി. അപ്പോൾ നടക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടും. അത് തണുത്ത കാറ്റും കൂടെ അടിക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടും. ഇപ്പം മഴയില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. വീട്ടിലേട്ടനില്ലേ, കാറ് കാണുന്നില്ല. ഇങ്ങോട്ട് പോയോ എന്തോ, എടുക്കാതാണ് പോയത്. നോക്കട്ടെ. തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. വന്തച്ച് ഇങ്ങനത്തെ സാൽമൺ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇതുപോലത്തെ ഫ്രോസണാണ്. ഇതുപോലെ കവറിൽ കട്ടില്ലേ ഓരോരോ പീസായിട്ട് ഇങ്ങനെ കിട്ടും. 4 പീസ് ഒരു കവറിലുള്ളതാണ്. ഈ ഒരു കവറിൽ ഇതെടുത്തിട്ട് നമുക്ക് ഫിഷ് കറി വെക്കാം. ഈ സാൽമൺ ഫിഷ് കറി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എപ്പോഴും ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇന്നൊന്ന് കറി വെച്ച് നോക്കാം. ഇതുപോലൊക്കെ പാക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാനുള്ള പണിയൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു തോരൻ എന്തെങ്കിലും വെക്കണം. ഇപ്പം കയ്യിൽ ബീൻസ് കിട്ടിയിട്ടുണ്ട്. ബീൻസും ക്യാരറ്റും കൂടെയുള്ള തോരനൊക്കെ വെച്ചു. ഇപ്പം കണ്ടോ മഴയൊക്കെ പോയി പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയി കേട്ടോ. കറിയൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേന് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം. മുമ്പേ ഇട്ട ചായയുടെ പാത്രമൊക്കെയാണ്, അതൊന്നും ഇതുവരെ കഴുകിയില്ല. വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കുത്തരി ചോറും പിന്നെ ബീൻസും ക്യാരറ്റും ഇട്ടിട്ടുള്ള ഒരു തോരനും കൂടെ ഞാൻ ഉണ്ടാക്കി. പിന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. ശരി എല്ലാം കൂടെ കറിയൊക്കെ ഉണ്ടാവും, 2 വറുക്കുകയും കൂടെ ചെയ്യാം. അങ്ങനെ നമ്മുടെ സാൽമൺ നല്ല തേങ്ങാപ്പാലും കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ പാതി എടുത്തിട്ട് വന്നു. പാതി ആയപ്പോഴത്തേന് മെമ്മറി ഫുള്ളായിപ്പോയി. അതുകൊണ്ട് ബാലൻസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസിപ്പി ഇതിൽ കാണിക്കാഞ്ഞത്. പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. സൂപ്പറായിരുന്നു മീൻ കറി. തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി. ഏട്ടന് മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നീ കഴിച്ചോളൂ, ഞാൻ കുറച്ച് ലേറ്റായിട്ട് കഴിച്ചോളാമെന്ന്. ഹലോ സാർ, മീൻ കറി എങ്ങനെയുണ്ട്? പോസ് ചെയ്ത് കോപ്പി റൈറ്റ് അടിക്കും. എങ്ങനെയുണ്ട് മീൻ കറി? കൊള്ളാമാ? ആദ്യമായിട്ടാണ് സാൽമൺ വെച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കണത്. നമ്മളെപ്പോഴും ചൂരയല്ലേ ഉണ്ടാക്കണേ സാധാരണ മീനൊക്കെ. ഇത് എപ്പോഴും നമ്മൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് കുറച്ചുകൂടെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാണ്, കുറുകും. നാളത്തേക്ക് ബാലൻസ് ഉണ്ടാകുമ്പോൾ എന്തോ ഉണ്ടായെങ്കിൽ രാവിലെ നാളെ കഴിക്കാം. ഒരാൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അല്ലാത്ത സമയമൊക്കെ മഴയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉച്ചയൊക്കെ ആയപ്പം കുറച്ചൊന്ന് തെളിഞ്ഞ് നിൽപ്പുണ്ട് ആകാശം. എന്തൊരു കാറ്റ് നോക്ക്. പക്ഷെ തണുപ്പ് കുറവാണ്. രാവിലെയൊക്കെ എന്തൊരു തണുത്ത കാറ്റുമായിരുന്നു ഞാൻ നടക്കാൻ പോയപ്പോൾ.
ചിരിക്കരുത്. ഇവിടെ തണുപ്പുണ്ട്, പക്ഷെ ഇവിടെ തണുപ്പില്ല. ചേട്ടൻ്റെ കാലിലൊന്നും അറിയുന്നില്ലായിരിക്കും, എനിക്കങ്ങനെയല്ല. അങ്ങനെ വൈകുന്നേരമായി, കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ്. സാധാരണ ഉച്ചയ്ക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് വൈകിട്ടും ഉണ്ടാകും കേട്ടോ. അതാണ് കഴിക്കണത്. ഇന്ന് പിന്നെ വിചാരിച്ചു ചോറും വാശിക്കുട്ടി വിമാനം വൈകിട്ട് വന്നപ്പം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ഡിന്നറിന് ചോറില്ല, അപ്പോൾ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാകും. എനിക്ക് ഫ്രിഡ്ജ് ആദ്യം ഒരു വെജിറ്റബിൾസ് എടുക്കും, പിന്നെ ഞാൻ അടയ്ക്കും, പിന്നെ മറന്നു പോകും. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെന്ന് ഒന്നിച്ച് തുറന്ന് വെച്ച് എടുക്കുന്ന പരിപാടിയേ ഇല്ല. ഓരോ പ്രാവശ്യം ഇങ്ങനെ തുറന്നും എടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടോ? അങ്ങനെ ചെയ്യരുതെന്നാണ് പറയണത്, കറണ്ട് ഒരുപാടാവുമെന്ന്. പക്ഷെ അങ്ങ് മറന്നു പോവാണ്. എന്ത് ചെയ്യാനാണ്, പ്രായമാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, മറവി ഇച്ചിരി കൂടുതലാണ്. വീഡിയോ എടുത്തു നിർത്തപ്പോഴേ ആലോചിച്ചത് നല്ല കുറുമയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ ഫുൾ റെസിപ്പി ഒന്നും എടുത്തില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെയാണോടാ ഹെൽമെറ്റ് വെക്കുന്നത്? അത് കയറിപ്പോടാ. എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നത്. കുറുമ റെഡിയായോ? ആടാ, ചേട്ടൻ ഉണ്ടാക്കിയ കുറുമയാടാ. ശരി, ചേട്ടൻ പറഞ്ഞ എന്തൊക്കെയാ അതിനെ തിട്ടേന്ന് ഉണ്ടാക്കിയാളെന്ന് പറഞ്ഞ കേക്കട്ടെ. എന്ത് മസാല? കുറേ മസാലയാ? പേരുണ്ട് മസാലക്കൊക്കെ. പിന്നെ കൊള്ളാമോ? ഉപ്പുണ്ടോ? മുളക് പൊടിയൊന്നും ഇല്ല. അല്ലല്ല, മുളക് പൊടി ഇല്ല. തെറ്റ്. അടിക്കാ പാട്ട. പിരിந்தாലും നിனைவாலே அணைப்பே நிலாவேவா சிலாதேவா എന്നാലും ഏട്ടൻ്റെ ഫേവറേറ്റ് പാട്ടാണിത് കേട്ടോ. ഇത് ഏട്ടൻ കോളേജിലൊക്കെ പാടിയിട്ടുള്ളതാണ്. ഈ പാട്ട് നന്നായിട്ട് പാടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യണേ.